കോതമംഗലം വാരപ്പെട്ടിയിൽ ജനവാസ മേഖലയിൽ ആരംഭിച്ച കള്ളുഷാപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രദേശവാസിയായ കെട്ടിട ഉടമയെ കബളിപ്പിച്ച വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് കള്ളുഷാപ്പ് തുറന്നത്. ഷാപ്പ് പൂട്ടുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, എന്താണ് സംഭവം? എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്? ഈ ഒരു കള്ളുഷാപ്പ് ആരംഭിച്ചു, അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അല്ലെ? മിഥുനോട് തന്നെ ചോദിക്കും. മിഥുൻ പറയും. രാഖി, വിനോദ്, ഈ വാരപ്പെട്ടി പഞ്ചായത്തിലെ 7ാം വാർഡായിട്ടുള്ള മൈലൂർ, അവിടുത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ അനുവദിക്കില്ല എന്ന് ഉറച്ച നിലപാടെടുത്തുകൊണ്ട് ആ നാട്ടുകാർ സമരത്തിലാണ്. വലിയ പ്രതിഷേധമാണ് അവിടെ നിന്ന് ഉയരുന്നത് എന്നുള്ളതാണ്. നാടൊട്ടാകെ ലഹരി ഒഴുകുമ്പോൾ അവിടെ ഇനിയൊരു കള്ള് ഷാപ്പിൻ്റെ കൂടി ആവശ്യമില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ നാടിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ അനുവദിക്കില്ല എന്നവർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ അവിടുത്തെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരുടെ ഒരു സുരക്ഷിതത്വത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് ഈ കള്ള് ഷാപ്പിൻ്റെ പ്രവർത്തനം ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ആ കള്ള് ഷാപ്പ് അവിടെ വരാൻ അനുവദിക്കില്ല എന്നുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാട്ടുകാർ. ആ പ്രതിഷേധം, ഈ ഷാപ്പ് പൂട്ടുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെ അവർ വ്യക്തമാക്കിയിരിക്കുന്നു. നമുക്കറിയാം, ഈ ഷാപ്പുകളും അതുപോലെ തന്നെ ബിവറേജസും ഒക്കെ കഴിഞ്ഞ സർക്കാർ കാലത്ത് എത്രത്തോളം ബാറുകളെല്ലാം എത്രത്തോളം എണ്ണത്തിൽ വർദ്ധിച്ചിരുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ ഈ ഷാപ്പുകളുടെയും വർധനവ് ഉണ്ടായിരിക്കുകയാണ്. അതിനെതിരെയാണ് ആ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. നാട്ടുകാർക്ക് അത്യാവശ്യമുള്ള ഒന്നല്ല അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെ നാട്ടുകാർ സമരം ചെയ്ത് പൂട്ടിക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. അത് സമരം തുടരുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഷാപ്പ് തുടങ്ങിയിരിക്കുന്നത് ഒരാളുടെ പ്രദേശവാസിയായിട്ടുള്ള ഒരാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ്. ആ വീട് വാടകയ്ക്ക് എടുത്തത് ഈ വീട്ടുടമസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്, പ്രായമായിട്ടുള്ള അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അവിടെ ഈ ഷാപ്പ് തുടങ്ങിയത്. 2 വെള്ള പേപ്പറുകളിൽ ഒപ്പിടിപ്പിച്ചിരുന്നു. അതുപയോഗിച്ച് കൃത്രിമത്വം കാണിച്ചുകൊണ്ടാണ് അവിടെ ഷാപ്പ് ആരംഭിച്ചത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള മറ്റൊരു കുറ്റകൃത്യത്തിൻ്റെതായിട്ടുള്ള ഒരു ആരോപണം കൂടി അവിടെ ഉയർന്നിരിക്കുകയാണ്. അത്തരത്തിൽ ഈ നാട്ടുകാരെയും നാടിനെയും എല്ലാം കബളിപ്പിക്കുകയും അവിടെ വീണ്ടും കള്ളും മദ്യവും ഒഴുക്കുന്ന നടപടിയിലേക്ക് നിന്ന് കൊടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിന്ന് കൊടുക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ അടച്ചുപൂട്ടണം, ഈ പഞ്ചായത്ത് അധികൃതരും ഇതുമായി ബന്ധപ്പെട്ട, അതായത് വാർഡ് പ്രതിനിധി അടക്കം ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ നാട്ടുകാരുടെ സമരത്തിനൊപ്പം തന്നെ അവരും ഉണ്ട്. ഇത് അടച്ചുപൂട്ടുന്നത് വരെ സമരം തുടരുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഖി, എന്തായാലും ഈ ഒരു കള്ളുഷാപ്പാണ് ഒരു വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ തുടങ്ങിയത്. പക്ഷേ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ആ കെട്ടിടം വാടകയ്ക്കെടുത്തത് എന്നുള്ളതാണ് അല്ലേ? അതെ, വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് ഉണ്ട്. ഇതിന് പൂട്ടിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും മിഥുനയ്യപ്പനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.